വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21. 5-6 വാക്യങ്ങൾ. ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച്. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരും. അവകാശപ്പെടുന്നത് ആയിത്തീരുക എന്നത് ഗുണനിലവാര നിർണയത്തിന് ആധാരം. സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് സുവിശേഷങ്ങളിലുടനീളം നമുക്ക് കാണാം. പല സ്ഥലത്തും യേശുവിനെ പറ്റി പറയുന്നത് നാം വായിക്കുന്നു. മലയോരങ്ങളിൽ പ്രാർത്ഥനയിൽ അവൻ കഴിച്ചുകൂട്ടി. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി വിജനസ്ഥലത്തേക്ക് അവൻ പോയി. രാത്രിയാമങ്ങളിൽ അവൻ പ്രാർത്ഥനയിൽ മുഴുകി എന്നും മറ്റുമുള്ള പരാമർശങ്ങൾ നാം സുവിശേഷങ്ങളിലുടനീളം കാണുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആ വ്യക്തി പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ജെറൂസലം ദേവാലയത്തിലേക്ക് യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പോകുന്നതായിട്ടുള്ള പരാമർശം സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നില്ല. എന്നാൽ ശിശുവായിരിക്കുമ്പോൾ ജെറൂസലം ദേവാലയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. ബാലനായിരിക്കുമ്പോൾ ജെറൂസലം ദേവാലയത്തിലേക്ക് അവൻ തിരുനാളിന് പോയി എന്ന പരാമർശങ്ങളൊക്കെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. പക്ഷെ രക്ഷാകര കൃത്യം പരസ്യമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പില് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ചതിന് ശേഷം യേശുവിന്റെ ജീവിതത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഏകദേവാലയമായിരിക്കുന്ന ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ പോയതായിട്ട് കാണുന്നില്ല. എന്നാൽ ജെറൂസലം ദേവാലയത്തിൽ പല പ്രാവശ്യം യേശു പോയതായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തലിന്റെ കൂട്ടത്തിലാണ് ഒരിക്കൽ അവിടെ ചാട്ടവാറൊക്കെ എടുക്കാൻ ഇടവന്നത് എന്നും നാം വായിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെയുള്ള പരാമർശം യേശു ഒരു പറ്റം ആളുകളോടുകൂടെ ജെറൂസലം ദേവാലയത്തിലാണെന്നുള്ള സങ്കല്പമാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ആ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും ദേവാലയ ഭിത്തികളിൽ പതിച്ചിരിക്കുന്ന വില കൂടിയ കല്ലുകൾ കണ്ട് മറ്റ് അലങ്കാരപ്പണികൾ നോക്കിക്കണ്ട് അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ആളുകളോട് യേശു പറയുന്നതായിട്ടാണ് സുവിശേഷത്തിന്റെ ആരംഭം. നിങ്ങൾ കാണുന്ന ഈ മണിമന്ദിരം, ഈ പ്രൗഢമായിട്ടുള്ള ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ അത് നശിക്കാനിടവരും. അത് ഈ തലമുറ തന്നെ കാണാനിടവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് യേശുവിന്റെ സംസാരം. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം യേശു പ്രാർത്ഥനയ്ക്കായിട്ട് ജെറൂസലം ദേവാലയത്തിലേക്ക് പോയതായിട്ട് നാം കാണാത്തത്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യേശുവിന്റെ നിലപാടനുസരിച്ച് വളരെ ദൂരവ്യാപകമായിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശുവിന്റെ ഉറച്ച നിലപാട് ഒരു സ്ഥാപനമാകട്ടെ, ഒരു സമൂഹമാകട്ടെ, വ്യക്തികളാകട്ടെ, അവരുടെ മേന്മ ബാഹ്യമായിട്ടുള്ള അലങ്കാരത്തിലും സൗന്ദര്യത്തിലുമല്ല കണ്ടെത്തേണ്ടത്. മറിച്ച് എന്തൊരു കാര്യം നിർവഹിക്കപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ട് നിർമ്മിതമാണോ ആ സ്ഥാപനം, ആ സമൂഹം ഏതൊരു കാര്യത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ളതാണോ, ആ വ്യക്തിയിൽ നിന്ന് ആത്യന്തികമായിട്ട് സമൂഹവും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണോ അവ നിവൃത്തിതമാക്കുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെയോ സമൂഹത്തിന്റെയോ വ്യക്തിയുടെയോ മേന്മ നിശ്ചയിക്കുന്ന ആ ഗുണനിലവാരത്തിന്റെ രീതി എന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കാൾ, അലങ്കാരപ്പണികളെക്കാൾ അവകാശപ്പെടുന്നത് ആയിരിക്കാൻ സാധിക്കുന്നതിൽ കൂടെയുള്ള ആ സ്ഥിതിവിശേഷമാണ് ഒന്നിന്റെ മേന്മ നിശ്ചയിക്കപ്പെടുക. ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്.
അവിടെ ദൈവമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സ്ഥലമാണ്. അത് അവയ്ക്ക് ഉപയോഗിക്കാതെ കച്ചവട സ്ഥലമാക്കുക, അവയ്ക്ക് ഉപയോഗിക്കാതെ അനുഷ്ഠാന പ്രക്രിയകൾ നടത്തുന്ന അനുഷ്ഠാന വേദി മാത്രമായിട്ട് തീരുക, സ്വാർത്ഥപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായിട്ടത് മാറ്റുക, ചില ക്രമങ്ങൾ നടത്തുന്നതിനുള്ള സംരംഭമായിട്ടത് മാറുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ട് ഇരിക്കുന്നുവോ അതവിടെ നടക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യേശു ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ദേവാലയം തിരഞ്ഞെടുക്കാതിരുന്നത്. അപ്പോ യേശുവിന്റെ കാഴ്ചപ്പാട് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ലോകത്തിന് കൊടുക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഉദാത്തത, വൈശിഷ്ട്യം, മേന്മ, ആ മനുഷ്യന്റെ ആത്യന്തികമായിട്ട് ആ മനുഷ്യൻ അവകാശപ്പെടുന്നത്, അസ്തിത്വാത്മകമായ ആ മനുഷ്യൻ അവകാശപ്പെടുന്ന ആയിത്തീരാൻ സാധിക്കണം. ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ, ഞാനൊരു പുരോഹിതനാണെങ്കിൽ എന്റെ മേന്മ നിശ്ചയിക്കപ്പെടേണ്ടത് ക്രൈസ്തവൻ എന്ന നിലയിലുള്ള എന്റെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തിലും പുരോഹിതൻ എന്ന നിലയിലുള്ള എന്റെ ജീവിത നിലവാരത്തിനും അനുസരിച്ചായിരിക്കണം എന്റെ മേന്മ നിശ്ചയിക്കപ്പെടുന്നത്. മറ്റു മാനദണ്ഡങ്ങളാകരുത്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഒരു സന്യാസ സമൂഹമാണെങ്കിൽ ആ സന്യാസ സമൂഹം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ, നിലകൊള്ളേണ്ടതാണോ, ആ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് ആ സമൂഹത്തിന്റെ മേന്മ നിശ്ചയിക്കപ്പെടുന്നത്. മറിച്ചുള്ള കാര്യങ്ങൾ ആ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ദുരന്തത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനം എന്തുദ്ദേശിക്കപ്പെട്ടിട്ടാണോ അത് നിർമ്മിതമായിരിക്കുന്നത്, ആ ഉദ്ദേശിച്ച കാര്യങ്ങള് അത് കൂടെ നടക്കണം. അത് മാത്രമേ നടക്കാവൂ. അത് നടക്കുന്നതിന് പകരം മറ്റു കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നുന്നത് തന്നെ അത് നടത്തിയതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ദുരന്തത്തിനെ അത് കാരണമാകുള്ളൂ എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. ജെറൂസലം ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ന് യേശു സുവിശേഷത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ നശിക്കാനിടവരുന്ന ഒരു മണിമന്ദിരമാണ് ഈ നിങ്ങൾ കാണുന്നത് എന്ന്. അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം അത് നടത്താതെ മറ്റുദ്ദേശങ്ങൾക്ക് വേണ്ടി അത് നിലകൊള്ളുന്നു എന്ന് ഉള്ള യേശുവിന്റെ നിരീക്ഷണമായിരിക്കണം അത്രയും ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനം യേശുവിൽ നിന്ന് വരാൻ കാരണം. ഇത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ ഇടവരിക എന്നുള്ളതായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം.